മലയാളികളുടെ ശബ്ദം. Good morning, welcome back and you are listening to Radio Kerala 1476 AM. നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ അശ്വതിയാണ്. And of course, we are live on Facebook and all other social media platforms. ഇപ്പോൾ റേഡിയോ കേരളത്തിൽ റേഡിയോ ക്ലിനിക്കിന്റെ സമയമാണ്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ആരാണ് നമ്മളെ ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഓഫ് കോഴ്സ് ഇന്ന് റേഡിയോ ക്ലിനിക്കിൽ ഡോക്ടർ അനീസ് അലി MBBS DPM MD സൈക്കാട്രി സ്പെഷ്യലിസ്റ്റ് സൈക്കാട്രി റെയ്ഹാൻ ഗൾഫ് മെഡിക്കൽ സെന്റർ ഷാർജ അബു ഷഗറയിലാണ് റെയ്ഹാൻ ഗൾഫ് മെഡിക്കൽ സെന്റർ കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ IPS അതായത് ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റി കേരള സ്റ്റേറ്റ് സെക്രട്ടറി ആണ് അനീസ് സർ. അതുപോലെ തന്നെ മനഃശാന്തി ഹോസ്പിറ്റൽ കോഴിക്കോടാണ്. ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് സൈക്കാട്രി അല്ലെങ്കിൽ ആ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ദെൻ ഹീ ഈസ് ദ പേഴ്സൺ വെയർ യു ഹാവ് ടു ഗോ. ഫസ്റ്റ് ആദ്യം തന്നെ സർ വെൽക്കം ടു റേഡിയോ കേരളം. ഒരുപാട് സന്തോഷം ഇന്നിപ്പോൾ DRKയിൽ ഈ ഒരു സമയത്ത് സാറിനോട് സംസാരിക്കാൻ പറ്റുന്ന. അത് എന്നെ എന്തുകൊണ്ടാണ് ഇത്രയും പ്രൗഡ് ആക്കുന്നതെന്നുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് റെലവെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇപ്പം ഇന്ന് എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്നതെന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ്. കാരണം ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെ പറ്റി ഓർക്കുമ്പോൾ സാറിനെ പോലത്തെ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് റേഡിയോയിൽ സംസാരിക്കേണ്ടത് തന്നെയാണ്. നമസ്കാരം. വളരെ സന്തോഷം നിങ്ങളത് റിയലൈസ് ചെയ്തില്ലേ. അതെ, ഒരുപാട് സന്തോഷം സാറിനെയും എനിക്കിപ്പോൾ ഇന്ന് എൻ്റെ ഈ ഷോയിൽ കിട്ടിയതിൽ. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ബൈപോളാർ ഡിസോർഡറിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം മാർച്ച് 30 നമ്മൾ വേൾഡ് ബൈപോളാർ ദിവസം നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. പക്ഷേ ഇതിനെപ്പറ്റി നമ്മൾ പറയാനാണ് എങ്കിൽ ഇപ്പോൾ ബൈപോളാർ ഡിസോർഡർ, ഇപ്പം ഞാൻ സാറിനോട് ഇപ്പോൾ വന്ന സമയത്ത് ഞാനൊരു ചോദ്യം വളരെ ലൈറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാർ ഇപ്പം ഞാനാണ് ആസ് എ പേഴ്സൺ ഇപ്പം എന്നോട് ചോദിച്ചു ചില സമയങ്ങളിൽ എനിക്ക് ഭയങ്കര എനർജിയാണ്, എന്നാൽ ചില സമയങ്ങളിൽ എൻ്റെ അത്ര ഡിപ്രഷനുള്ള ഒരാളുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഇതിനെ ഒരു ബൈപോളാർ ഡിസീസ് എന്ന് പറയാൻ പറ്റുമോ? അതെ, മൂഡ് സ്വിങ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതൊരു പ്രശ്നത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ സമീപിക്കുന്നത്, ഒരു അസുഖമൊക്കെ ആവുന്നത്. അത് എപ്പോഴാണെന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. മനസ്സിലായില്ല? അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി മൂഡ് അപ്പ് ആൻഡ് ഡൗൺ ആവണം നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമാണ്. എല്ലായ്പ്പോഴും ഒരേ മാതിരി അല്ലല്ലോ. ചില ആളുകൾ രാവിലെ എണീച്ച് ഒന്ന് വാം ആവണ വരെ കുറച്ചൊരു ഡൗൺ ആയിരിക്കും. നമ്മൾ പറയാറുണ്ട് സാധാരണ നമ്മളെ കൂട്ടുകാരെ പറ്റി എല്ലാവരെ പറ്റി പറയുമ്പോഴും ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ കുറച്ച് ഓക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള കേസുണ്ട്. അതിനൊന്നും നമ്മളൊരു പ്രശ്നമാക്കി എടുക്കുന്നില്ല. നമ്മൾ കാണുന്നതിന് മുഴുവൻ ഒരു രോഗികളായി ചിത്രീകരിക്കാനും പാടില്ല. പക്ഷെ ഈ ബൈപോളാർ എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. ബൈപോൾ, 2 പോളുകളുണ്ട്. അതിൽ ഒരു പോളാണ് ഡിപ്രഷൻ അഥവാ വിഷാദം, മറ്റൊന്നാണ് ഉന്മാദം. ഉന്മാദം എന്ന് പറയുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഹൈപ്പർ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇത് ഈ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റ ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സിംറ്റംസ് ഒക്കെ സാധാരണ കാണുന്ന സിംറ്റംസ് ഞാനൊന്ന് പറയാം. അപ്പോൾ അതായത് എക്സ്ട്രീം ടയർഡ്നെസ് ഫീൽ ചെയ്യും. ഇതൊന്നും നിങ്ങൾക്ക് യാദർച്ഛികമായിട്ട് എന്നുള്ളതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്ട്രീം ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നു, ഒരു ഫീലിംഗ് സാഡ്, ഒരു സാഡ്നെസ് ഓഫ് മൂഡ്, ഒന്നിനൊരു മൂഡില്ലായ്മ, ഒരു പ്രസരിപ്പില്ലായ്മ, എന്നാൽ നല്ല ചുറുചുറുക്കോട് കൂടി ചെയ്തിരുന്ന ഒരാളാണ് നിങ്ങൾ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ പറ്റ ഡൗൺ ആണ്. ഒരു ദിവസമോ ഒരു സമയമോ ആയതിന് നമ്മൾ ഡിപ്രഷൻ ഒരിക്കലും പറയില്ല. അപ്പോൾ അതൊരു 15 ഡേയ്സ് ടൈമെങ്കിലും 15 ഡേയ്സ് അതൊരു മിനിമം പീരീഡ് ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ്. 15 ദിവസം. ഈ 15 ദിവസം ഞാൻ ഈ പറയുന്ന സിംറ്റംസ് പെർസിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അയാൾക്ക് ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തൊരു സിറ്റുവേഷൻ നമുക്ക് ഒക്കെ ഉണ്ടാവാം. ഇപ്പൊ ഒരാള് വേണ്ടപ്പെട്ട ഒരാളെ മരണം, ഇപ്പൊ എന്തെങ്കിലും ജോബിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുക, നിങ്ങൾ ജോബ് പ്ലേസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുക, ആരെങ്കിലും നിങ്ങൾ ഫ്രണ്ട് സർക്കിൾ ഒരാളായിട്ട് എന്തെങ്കിലും ഉടക്കുകളോ വഴക്കുകളോ ഒക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അപ്പൊ നമ്മളൊന്ന് ഡൗൺ ആവും. അത് അടുത്ത ദിവസം നമ്മൾ നോർമാലിറ്റിയിലേക്ക് വരും. അല്ലെങ്കിൽ നിങ്ങളൊരു ഫെയിലിയർ, എന്തെങ്കിലും എക്സാമിനേഷൻ ഫെയിലിയറോ എന്തെങ്കിലും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, വീട്ടിൽ എന്തെങ്കിലും കുട്ടികളോ ഫാമിലിയായിട്ടോ അച്ഛനമ്മമാരായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവും. അതൊക്കെ പക്ഷെ നമ്മൾ മേക്കപ്പ് ചെയ്ത് വരും. പക്ഷെ ഇത് പെർസിസ്റ്റിംഗ് ആയിട്ട് ഇത്തരം സിംറ്റംസ്, അതായത് ഒന്ന് സാഡ്നെസ് ഓഫ് മൂഡ്, എക്സ്ട്രീം ടയർഡ്നെസ്, ഇപ്പൊ വിശപ്പുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ കഴിക്കാൻ തോന്നുന്നില്ല, എപ്പോഴും കരച്ചില്, സങ്കടം, പിന്നെ ബോഡി വെയിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ആവുക, പിന്നെ ചിലപ്പോൾ ഒരു സൂയിസൈഡ് തോട്ട്സ് വരും, ജീവിക്കേണ്ടെന്ന് തോന്നുക, ഒരു വർത്ത്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇനി എന്തിന് ജീവിതം, ഒരു എയിം ഇല്ലാത്ത മാതിരി തോന്നും. വർക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കോൺഫിഡൻസ് കിട്ടുന്നില്ല. ഇപ്പോൾ അശ്വതി ഇപ്പോൾ റുട്ടീനായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഒരു റേഡിയോ ജോക്കി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾ അതിൽ കോൺഫിഡൻറ്റോ ട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ സഡൻ ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ ഈ
ചെയ്യുന്നതിലൊക്കെ എറേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് അത് റിക്കലക്ട് ചെയ്യാൻ പറ്റുന്ന റുട്ടീനായിട്ട് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തോ എവിടെ എന്താണെന്നറിയില്ല, ഒക്കെ മിസ്റ്റേക്സ് വരികയാണ്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങളെ മുതിർമാര്, നിങ്ങളെ സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ടാവും. സ്വാഭാവികമായിട്ട് അവർ നിങ്ങളോട് ചോദിക്കും, എന്ത് പറ്റിയ അശ്വതി, എന്താണ് ഇതിങ്ങനെ തെറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു വാണിംഗ് ആണ് ശരിക്കും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ആ മൈൻഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാവും അങ്ങനെ സംഭവിക്കുന്നത്. കാരണം നിങ്ങൾ റുട്ടീനായി ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ചില മിസ്റ്റേക്സ് ഒക്കെ വരും എന്നുള്ളത്. പെർസിസ്റ്റിംഗ് ആണെങ്കിൽ, അതായത് സാർ പറഞ്ഞ പോലെ ഒരു 15 ദിവസത്തോളം നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പൊ അത് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുക നമ്മൾ വേണ്ടപ്പെട്ട ആളുകൾക്കാണ്. ഒന്ന് നിങ്ങളെ ലൈഫ് പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ഒന്നും അല്ലാത്തതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരികൾ ഉണ്ടാവും. നിങ്ങളുടെ റൂംമേറ്റ്സ്, ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണെങ്കിൽ അവരെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. അല്ലെങ്കിൽ പാരന്റ്സ്, അല്ലെങ്കിൽ നിങ്ങളെ വർക്ക് പ്ലേസിലുള്ള നിങ്ങളെ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്, നിങ്ങളുടെ ആക്ടിവിറ്റി എങ്ങനെയാണ്. അതിന് ഡൗൺ ആയിട്ട് കുറച്ച് ദിവസം കാണുമ്പോൾ അവർ വാച്ച് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഈവൻ നിങ്ങളെ വേഷത്തിൽ വരെ അത് റിഫ്ലക്ട് ചെയ്യും. നിങ്ങളെ ഡ്രസ്സിങ്സ്, നിങ്ങളെ ആ ഗ്രൂമിങ്, എല്ലാത്തിലും വ്യത്യാസം വരും. എന്തോ ഒരു ഡൗൺ ആയിരിക്കണമെന്ന് പറയും. ഒരു പരിധി വരെ ചിലപ്പോൾ നിങ്ങൾ പിടിച്ചു നിന്നു വരും, പക്ഷെ അതിനപ്പുറം നിങ്ങൾക്ക് കഴിയില്ല. അത് കഴിഞ്ഞാൽ പോവും. അപ്പൊ അത് ആ സമയത്ത് ഒരു ഡോക്ടറെ അടുത്ത് എത്തിക്കുകയാണെങ്കിൽ നമുക്കത് ഇമ്മീഡിയറ്റ് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്ത് നോർമൽ അവസ്ഥയിലേക്ക്, പൂർണ്ണമായും നോർമൽ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഒരു മൂഡ് ഡിസോർഡർ ആയിട്ടുള്ള ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞത്. സർ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളെ നാട്ടിൽ, ഇപ്പൊ ഞാൻ നേരത്തെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞതുപോലെ, ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കോഴ്സ് ഇപ്പൊ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. അതായത് അമ്മയെ മകൻ എന്തെങ്കിലും ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഇതിന്റെയൊക്കെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് പോലുള്ള സബ്സ്റ്റൻസിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ആണെന്ന് പറയുന്നു. അപ്പൊ ആ ഒരു സമയങ്ങളിൽ നടക്കുന്ന ഈ ഒരു കാര്യങ്ങൾ ഇതിനൊക്കെയാണോ ഇതിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ എന്ന് പറയാ നമ്മള്? അങ്ങനെ പറയാൻ പറ്റില്ല. എക്സ്ട്രീം വേർഷൻ ഇതിലും അപ്പുറം വരാനിരിക്കുന്നു. കാരണം ഇതിൽ ഒന്നിനും നമ്മൾ അതിന്റെ ഒരു ഇന്റിമസി അല്ലെങ്കിൽ നമ്മളൊരു ഇമോഷൻ ഒന്നും അവിടെ വർക്ക് ചെയ്യില്ല. അതിന് വാല്യൂ ഇല്ല. ഇപ്പൊ എനിക്ക് എന്റെ അമ്മ, എന്റെ ഉമ്മ, അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, ഒരു ബ്ലഡ് റിലേഷൻ ഉണ്ടല്ലോ. ആ ഇമോഷൻ അവിടെ വർക്ക് കഴിഞ്ഞാൽ പിന്നെന്താ, അതൊരു സ്ത്രീ, ഏതൊരു സ്ത്രീ, അത്രേ ഉള്ളൂ. അത് അമ്മയാണെന്നോ എന്റെ പെങ്ങളാണെന്നോ എന്റെ ഭാര്യയാണെന്നോ എന്റെ മകളാണെന്നോ അവിടെ വരുന്നില്ല. ആ സെൻസർ എനിക്ക് കട്ടായി പോയി. അതിന്റെ ബാക്കപ്പാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ വല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് വല്ല ലഹരിയുടെ സപ്പോർട്ടുള്ളതാണെങ്കിൽ അതിനെ നമ്മൾ അങ്ങ് കവറിംഗ് ആണ്. അപ്പൊ ആ കവറിങ്ങിന്റെ ഭാഗമായിട്ട് എനിക്ക് ആ ഒരു ഫീലിംഗ് അവിടെ വരുന്നില്ല. അപ്പൊ എനിക്ക് എന്റെ സ്വന്തം പെങ്ങളായിരിക്കും നിങ്ങള്, പക്ഷെ എനിക്ക് ആ സ്വന്തം പെങ്ങൾ എന്നുള്ള തിരിച്ചറിവ് വരുന്നില്ല. അപ്പൊ നിങ്ങളൊരു കരച്ചിൽ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കരച്ചിൽ, നിങ്ങൾക്കൊരു വേദന ആവണം എനിക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഒരേ അച്ഛനും അമ്മയിലും പിറന്ന രണ്ടാളുകളാണ് നമ്മള്. അപ്പൊ എനിക്ക് എങ്ങനെ നിങ്ങളൊരു ഫീലിങ്സ്, എനിക്കത് നോർമൽ ഇൻഡിവിജ്വൽ സാധിക്കില്ല. പക്ഷെ നിങ്ങൾ പെയിൻ അനുഭവിക്കുന്നതും നിങ്ങളെ ഞാൻ വേദനിപ്പിച്ച് കൊല്ലുന്നതും, ആ കൊല്ലുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഡിഫെൻസീവ് മെക്കാനിസം നിങ്ങൾ ഉപയോഗിക്കുമല്ലോ. ഞാനിപ്പോ നിങ്ങളെ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കും. അല്ലാതെ ആക്സിഡന്റൽ അല്ലല്ലോ. അപ്പൊ ഞാനൊരു ആയുധം ഉപയോഗിച്ച്, ചുറ്റുക ഉപയോഗിച്ചിട്ട് നിങ്ങൾ അടിക്കുന്നു. അപ്പൊ അതിന്റെ മരണവെപ്രാളത്തിൽ നിങ്ങൾ പലതും ചെയ്യും. നിങ്ങളതിന് അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. വീണ്ടും ഞാൻ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാ സാധാരണഗതിയിൽ അവിടെ സംഭവിക്കുക എന്താ വെച്ചാൽ, ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾ കരയുമ്പോൾ എനിക്കും ഇമോഷണൽ ആവും, ഞാൻ വിഷമാവും. കാരണം എന്റെ പെങ്ങളാണ് ഈ കരയണത്, എന്റെ സ്വന്തം അച്ഛനും അമ്മന്റെയും മകൾ തന്നെയാണല്ലോ ഇത് എന്നുള്ള തോന്നൽ വരും. അതില്ല. ഇപ്പൊ ഒരു ഗ്രാൻഡ് മദറിനെ കൊന്നു, അതിനുശേഷം അടുത്ത ആക്ടിലേക്ക് പോകുന്നത്. ആ ആക്ടില് സാധാരണഗതിയിൽ ഞാനിപ്പോ ഇവിടെ നിങ്ങളായിട്ടൊരു ഫൈറ്റ് ഉണ്ടായിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ യൂഷ്വലി ഞാനൊരു റെസ്റ്റ്ലെസ് മൈൻഡ് ആയിരിക്കും. അപ്പോൾ ആവുമല്ലോ. സാധാരണ ഞാനിവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കി പോയിരിക്കുകയാണ്, ഒരു കച്ചറ ഉണ്ടാക്കി പോവാണ്. അപ്പൊ എന്റെ ഡ്രൈവിലും എന്റെ പോക്കിലും എന്നോടൊപ്പം വഴിയിൽ നിന്ന് കാണുന്ന ആൾക്കാരൊക്കെ പറയുന്ന ബിഹേവിയറിലൊക്കെ കുറെ മാറ്റങ്ങൾ വന്നേക്കാം. കാരണം ഞാൻ അത്ര ഒരു പ്ലസന്റ് ആയിക്കോളുന്നില്ല. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെയൊക്കെ നീങ്ങാൻ കഴിയുള്ളൂ അല്ലെ. എന്നിട്ട് അയാൾ ഡ്രൈവ് ചെയ്ത് 10-20 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് വെഞ്ഞാറമൂട് നടന്ന ഒരു അപകടത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. 10-20 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത ആക്ട്. അതും അയാളുടെ ഏറ്റവും ഇന്റിമസി ആയിട്ടുള്ള ആള്, അയാളെ അനിയൻ എന്ന് പറഞ്ഞാൽ അയാളെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആളെന്ന് അയാൾ തന്നെ പറയുന്നു. അതിനുശേഷം അയാളെ കാമുക്കി, ആ കാമുക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾ തന്നെയാണ്. മനസ്സിലായി. ഇങ്ങനെ ഉമ്മ സ്വന്തം ഉമ്മ അസുഖമായിട്ട് കിടക്കുന്നു, ആ ബെഡ് റിഡനായിട്ട് കിടക്കുന്ന ആളെ വീണ്ടും നമ്മൾ നോവിക്കുകയാണ്. അപ്പൊ സിറ്റുവേഷൻ അൺബിലീവബിൾ ആണ് ഈ ഇതുപോലെയുള്ള ഓരോ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്തായാലും ഇപ്പൊ സാറിന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ, ഇപ്പം സാർ കുറച്ചു മുമ്പ് പറയണ്ടായി, സാർ ദുബായിലുണ്ട്, അതുപോലെ തന്നെ ഖത്തറിൽ പോകുന്നു, പിന്നെ നാട്ടിൽ പോകുന്നു ട്രീറ്റ്മെന്റിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ സർ, പ്രവാസികൾക്കിടയിൽ ഇതുപോലെയുള്ള ഡിപ്രഷൻ, ഓഫ് കോഴ്സ് എല്ലാവരും കുടുംബത്തിനൊക്കെ നാട്ടിൽ വിട്ട് ഒരുപാട് പേര് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ്, ചിലവർ കൂട്ടുകാരുടെ, പക്ഷെ എന്നാൽ പോലും അവർക്കും അവരുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും കൂടെ ഇല്ല. ഒരു പിന്നെ ഓഫ് കോഴ്സ് എല്ലാവരും ഓട്ടത്തിലാണ്, പൈസ ഉണ്ടാക്കണം, ജീവിക്കണം, ഇതിന്റെയൊക്കെ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇപ്പൊ സാർ ഒരുപാട് പേരെ ലൈഫിൽ കണ്ടിട്ടുണ്ടാവും. ഒരു പ്രവാസികളുടെ ഒരു ബൈപോളാർ ഡിസോർഡർ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ
പ്രവാസികൾ എത്രത്തോളം സാറിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നവുമായിട്ട്? ഡെഫിനറ്റ്ലി അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യം തന്നെ. പക്ഷേ സാധാരണമായിട്ടൊരു മിഡിൽ ഏജ് ആളുകളിലാണ് ഈ ബൈപ്പോളാറൊക്കെ കാണുന്നത്. ഏറ്റവും കൂടുതൽ പ്രവാസികളിൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ് മൂഡ് ഡിസോർഡേഴ്സ്. മൂഡ് ഡിസോർഡേഴ്സിൽ പെട്ട ഒന്നാണ് ബൈപ്പോളാർ. ഓക്കെ, അപ്പൊ ബൈപ്പോളാറിന്റെ രണ്ട് ഭാഗങ്ങൾ, ഒന്നാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിപ്രഷൻ, മറ്റൊന്ന് ഉന്മാദം. അത് ഹൈപ്പർ എനർജറ്റിക് ആണ്, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, സാധാരണ കാണുന്നതിലും കൂടുതൽ ഭയങ്കര എനർജറ്റിക്. എനിക്ക് എന്തോ ഒരു പവർ കിട്ടിയിട്ടുണ്ട്, ഒരു ഗ്രാൻഡിയോസ് ഐഡിയാസ് എന്ന് പറയും, വലിയ എനിക്ക് ദൈവം എന്തോ ഒരു പ്രത്യേക കഴിവ് തന്നിട്ടുണ്ട്, എനിക്കെല്ലാം അറിയാം, ഞാൻ അങ്ങ് പറയുന്നത് കേട്ടാൽ മതി എന്നുള്ളതായിരിക്കും. പിന്നെ പ്രഷർ ഓഫ് സ്പീച്ച്, എക്സസീവ് ടോക്ക് ആയിരിക്കും, അതിലേക്ക് ഇന്ററപ്റ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ചിലപ്പോൾ റിലീജിയസ് ടോക്കൊക്കെ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ റിലീജിയൻ, ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്ന റിലീജിയനിലും നമ്മളിങ്ങനെ എല്ലായിടത്തും അത് പറഞ്ഞു നടക്കുമോ? അതിന്റെ ഒരു വേദിയിൽ മാത്രമല്ലേ നമ്മൾ സംസാരിക്കുള്ളൂ. അപ്പൊ ഇതങ്ങനെയല്ല, ഇതെല്ലാത്തിനും പറയുമ്പോ നിങ്ങളെ പേരെന്താ? അനീസ്. ഓക്കെ, നിങ്ങൾ മുസ്ലിം ആണല്ലേ? ഓക്കെ, അത് ശരിയല്ല, അത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞങ്ങ് അടിച്ചു കയറും. അപ്പോൾ ഏത് റിലീജിയൻ ആണെങ്കിലും ഓപ്പോസിറ്റ് റിലീജിയനോടൊക്കെ ഉള്ള ആ എതിർപ്പും അതൊക്കെ ഒരു വെല്ലും ബ്രേക്കും ഇല്ലാതെ അങ്ങ് പറയും. പിന്നെ ഭയങ്കര ഇറിറ്റബിൾ മൂഡായിരിക്കും. എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചു, നിങ്ങൾ എന്തെങ്കിലും റെസ്പെക്റ്റീവായി നിങ്ങളെ ചിരി എന്തൊരു ചിരിച്ചത് എന്ന് പറഞ്ഞാൽ അങ്ങ് തല്ലി കയറും. അപ്പോൾ അങ്ങനെയുള്ള ചില പിന്നെ ചിലവർ ഓവർ സ്പെൻഡിങ് ആയിരിക്കും. നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെക്കാളും കൂടുതൽ ഭയങ്കര സ്പെൻഡിങ് ആയിരിക്കും. അതുപോലെ ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഭയങ്കര കൂടും. പിന്നെ ഈ അതുപോലെ തന്നെ ഉറക്ക് എന്ന് പറഞ്ഞ കാര്യം, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഉറക്ക് എന്ന് പറഞ്ഞ സാധനം ഈ വ്യക്തികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഉറക്കില്ല കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഡിപ്രഷൻ ഫേസിലാണെങ്കിൽ നമ്മൾ പറയും ഉറക്കില്ല, എനിക്ക് കടന്നു കഴിഞ്ഞാൽ ഓരോ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഉറക്കം കിട്ടുന്നില്ല. പക്ഷെ ഈ വ്യക്തികൾ പറയാ ഉറക്കില്ല, അതിന് നിനക്കെന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ലല്ലോ, അയാൾക്കൊരു പ്രശ്നമായി തോന്നുന്നില്ല. പക്ഷെ നമുക്കാണ് പ്രശ്നം, വീട്ടുകാർക്കൊക്കെയാണ് പ്രശ്നം. അപ്പൊ ഡിപ്രഷന്റെ പ്രശ്നം വരുമ്പോൾ വീട്ടുകാർക്ക് ബുദ്ധിമുട്ട്, കാരണം അയാൾ ഇവിടെ വീട്ടിൽ നിന്ന് അടങ്ങി ഇരിക്കുകയാണ്, എവിടേക്കും പുറത്തോട്ട് ഇറങ്ങുന്നില്ല, ഒരു ആക്ടിവിറ്റീസിലും ഇല്ല, ഫംഗ്ഷനൊന്നും വരുന്നില്ല. മാനിയ എന്ന് പറഞ്ഞ സ്റ്റേജ്, അതാണ് ഉന്മാദം. മാനിയ എന്ന് പറഞ്ഞ സ്റ്റേജിലെത്തുമ്പോൾ എല്ലാവരും ഭയങ്കര ഹൈപ്പർ എനർജറ്റിക് ആണ്, എല്ലാ പരിപാടിയിലും പങ്കെടുക്കും, എല്ലാത്തിലും ഇടപെടും, ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടും. അപ്പൊ പക്ഷെ വീട്ടുകാർക്ക് ടെൻഷനാവും, കാരണം ഇവൻ ഇങ്ങനെ പോക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ രണ്ട് പോളും വരുന്ന ആൾക്കാരെയാണ് ബൈപ്പോളാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബൈപ്പോളാർ എന്ന് പറഞ്ഞത് ഈ പ്രവാസികളെ സംബന്ധിച്ച് വളരെയധികം വരുന്നതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഉറക്കില്ലാതെ, ഒരു വിശ്രമം ഇല്ലാതെ ഓടിച്ചാടി നടക്കുന്ന, മൾട്ടിപ്പിൾ കാര്യങ്ങളൊക്കെ ഇടപെട്ട് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാനുള്ള, എന്റെ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു മെസ്സേജ്, നമുക്ക് പ്രോപ്പർ റിലാക്സേഷൻ വേണം. ആ റിലാക്സേഷൻ നമ്മളെ മൈൻഡിനില്ലെങ്കിൽ, ബ്രെയിനില്ലെങ്കിൽ ഏത് കൊമ്പനായിട്ടും കാര്യമില്ല, വീണു പോകും. ഇപ്പൊ നിങ്ങളൊരു ആക്ടിവിറ്റി ഒക്കെ കിട്ടണമെങ്കിൽ, നിങ്ങൾ വളരെ പ്ലസന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിലാക്സ് ചെയ്യണം. നിങ്ങൾ കുറച്ച് ഉറങ്ങണം. ഉറങ്ങിയൊക്കെ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു ദിവസമൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. 2-3 ദിവസങ്ങളാണെങ്കിലോ നിങ്ങളെ വർത്തമാനത്തിലൊക്കെ അത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഒരു ബ്രെയിൻ റിലാക്സേഷൻ മസ്റ്റ് ആണ്. അതില്ലാതെ ഓടിച്ചാടി നടക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം. മറ്റൊന്ന്, ഈ പ്രവാസികളുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ വരുന്ന, ഇപ്പൊ ഞാൻ നാട്ടിലും ഇവിടെയും കാണുന്ന ആൾക്കാർ, ചില ആളുകളുടെ ഭാര്യമാരെ ഞാൻ നാട്ടിൽ നിന്ന് കാണുന്നു, ഭർത്താവിനെ ഇവിടുന്ന് കാണുന്നു, രണ്ടുപേരും കാണുന്ന ആ അവസരങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട്. കാരണം ഭാര്യ കൂടെ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും നാട്ടിൽ. അപ്പൊ അതന്നെ ഒരു വിഷയമാണ്. എല്ലാവർക്കും ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റിക്കോണമെന്നില്ല. അതിനുള്ള ഇൻകം ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. കുട്ടികൾ ചിലപ്പോൾ എഡ്യൂക്കേഷനൊക്കെ ആയിട്ട് നാട്ടിൽ തന്നെ ആയിരിക്കും. അപ്പൊ എക്സ്പെൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കാനുള്ള പ്രയാസം. എന്നാലും മുൻകാലത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയോ മച്ച് ഇംപ്രൂവ്ഡ് ആണ്. കാരണം ഇപ്പൊ നമുക്ക് വിസിറ്റ് വിസ ഒക്കെ എടുത്തിട്ട് എപ്പോഴും കൊണ്ടുവരാം, ഇപ്പൊ വെക്കേഷനിലൊക്കെ കൊണ്ടുവരാം. പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ നമുക്ക് കുറച്ച് ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒപ്പിച്ച് കൊണ്ടുവരാം. ഈവൻ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിലും സാധിക്കും. ഇപ്പൊ ആരും പാസ്പോർട്ട് ഒന്നും സറണ്ടർ ചെയ്ത് വെക്കുന്ന പരിപാടിയൊന്നുമില്ല, നമ്മളെ കയ്യിൽ തന്നെയാണ്. മുൻകാലങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അതൊക്കെ ഓഫീസിൽ വെച്ചിട്ട് നമുക്ക് അത് കിട്ടണമെങ്കിൽ തന്നെ റിലീസ് ചെയ്ത് കിട്ടണമെങ്കിൽ പ്രയാസമായിരുന്നു. ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിനാണെങ്കിലും നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു സിംറ്റംസ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു യു ഡൗട്ടിങ് യുവർ സെൽഫ്, ലൈക്ക് എനിക്കും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഡോക്ടറുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പർ അറിയാം, 800-1476. അതുമല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്യാനേ ഉള്ളൂ, 0097150828147 എന്നതാണ് നമ്പർ. ഞാൻ നിങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഡോക്ടറോട് ആ ഒരു ചോദ്യം ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ സാർ ഇപ്പം എന്തായാലും ഓൾറെഡി ട്രീറ്റ്മെന്റിന്റെ ഒരു അതായത് നമ്മൾക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ മീ ആസ് എ പേഴ്സൺ, ഞാനിപ്പോൾ അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ എനിക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുകയാണ്, ഡോക്ടർ എനിക്കും എന്തൊക്കെയോ എവിടെയൊക്കെ എനിക്കുണ്ടോ ഈ പ്രശ്നം എന്ന് എനിക്ക് തോന്നുകയാണ്. നമ്മളിപ്പോൾ ഒരു ഡോക്ടർ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇൻ കേസ് നമുക്കിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ നമ്മൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ, ഇപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ സന്തോഷത്തിന്റെയോ സമാധാനത്തിന്റെയോ നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിന്റെ വാതിൽ തുറക്കുന്നത് നമ്മളാണ് അത് തീരുമാനിക്കുക. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, അതും അറ്റ് ദ സെയിം ടൈം സാർ ഇതും കൂടെ പറഞ്ഞു തരണം, എപ്പോഴാണ് നമ്മൾ സാറിന്റെ അടുത്തേക്ക് ഓടി വരേണ്ടത്, എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ബൈപോളാർ ഡിസീസ് അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ഫേസ് ചെയ്യുന്ന ഒരാളെ എങ്ങനത്തെ പല രീതികളിൽ
രീതികളിലായിരിക്കുമല്ലോ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടാവുക. ഏതൊക്കെ രീതിയിലായിരിക്കും നിങ്ങൾ ട്രീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ഒരു നിലനിൽപ്പ്, നമ്മളെ എവിടെയാണ്, നമ്മളെ പൊസിഷൻ എന്താണ്, നിങ്ങളെ ജോലി എന്താണ്, എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതിനെ പറ്റി നമ്മൾ എൻ്റെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തിയിരിക്കണം. ഇപ്പോൾ അശ്വതി ഇവിടെ വർക്ക് ചെയ്യാണ്, റേഡിയോ കേരളത്തിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അശ്വതിൻ്റെ റുട്ടീൻ, നിങ്ങളെ വർക്കിനെ പറ്റി, നിങ്ങൾ അതിൻ്റെ ഇവിടുത്തെ ഡിസിപ്ലിനെ പറ്റിയിട്ടും ഒരു ധാരണ നിങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾ അറിയിച്ചിരിക്കണം. കാരണം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അൺനെസറി ടെൻഷൻ ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ലൈവിലാവുമ്പോൾ നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ നിങ്ങളുടെ വീട്ടുകാരോ കുടുംബക്കാരെയും വിളിക്കുകയാണ്, കിട്ടിയില്ലെങ്കിൽ ഇയാളെ കിട്ടിയില്ല, ഉള്ള കുടുംബങ്ങളും വേണ്ടക്കാരെയൊക്കെ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഡിസ്കംഫർട്ടാണ്, കഴിയില്ല. അപ്പോൾ എമർജൻസി ഉണ്ടെങ്കിൽ അറിയിക്കാം, ഓഫ് കോഴ്സ് ആ മെസ്സേജ് അറിയിക്കും എന്നുള്ള രീതിയിൽ. അല്ലാത്ത രീതിയിൽ വിളികളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പറയും ഞാൻ സ്റ്റുഡിയോയിലാണ്, എൻ്റെ ജോലി ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെങ്കിലും നിങ്ങളെ വിളിക്കുന്നത് അവോയ്ഡ് ചെയ്യും. മനസ്സിലായി? അതുപോലെ നിങ്ങളെ ഇൻകം, നമ്മൾ മലയാളികൾക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് ഒരു ജാട കൂടുതലാണ്. ഓവർ സ്പെൻഡ് ചെയ്യുന്നത് മാത്രമല്ല ഉള്ളതിലധികം കാണിക്കുകയും ചെയ്യും. അതൊരു ഷോ ഓഫ് ആണ്. അത് മലയാളികൾക്ക് മാത്രമുള്ള ഒരു പ്രവണതയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. നമ്മളിപ്പോൾ നാട്ടിലൊക്കെ എസ്പെഷ്യലി മാരേജ് പ്രപ്പോസലൊക്കെ കാര്യങ്ങൾ നടക്കുന്ന സമയത്താണെങ്കിൽ വലിയ വലിയ ഡയലോഗ്സ് അങ്ങ് പറയും. ആദ്യത്തെ ചോദ്യം എന്താണ്, ഒരു കല്യാണാലോചന വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്, പെണ്ണിനെ കൊണ്ടുപോവോ? അപ്പൊ എന്താ പറയാ, പെണ്ണിനെയും കൊണ്ടുപോകാൻ പെണ്ണിന്റെ വീട്ടുകാരും വേണമെങ്കിൽ കൊണ്ടുപോകാന്നുള്ള സ്റ്റൈൽ അങ്ങ് പറയും. മനസ്സിലായില്ലേ? ആ സത്യത്തിൽ ചിലപ്പോൾ ഇയാൾക്ക് ഇവിടെ ഫാമിലി സ്റ്റാറ്റസിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. എന്റെ അറിവ് പ്രകാരം, ഞാൻ ഇവിടെ വന്നു പോകുന്ന എനിക്ക് അത്ര അറിയില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാലോ, ഫാമിലി സ്റ്റാറ്റസിന് ചിലപ്പോൾ ഇത്ര സാലറി വേണം, ഇത്ര ഇത് വന്നിരിക്കണം എന്നൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ട്, മുന്നത്തെ പോലെ അല്ല. അപ്പൊ അതൊക്കെ ചിലപ്പോൾ ഫുൾഫിൽ ചെയ്യാതെ ഇയാൾ ഒരു വെറും വർത്താനം പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് പിന്നെ അവരത് നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ പോയിന്റ് ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരു ടെൻഷൻ നമ്മൾ തന്നെ ചോദിച്ചു വാങ്ങിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അനാവശ്യമായിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. അതുപോലെ പിന്നെ ചോദിക്കും, പിന്നെ നിങ്ങൾക്ക് സാലറി എത്രയാ? അപ്പോൾ അതും ഭയങ്കരമായിട്ട് 2 ലക്ഷം രൂപയാണ്, 1 ലക്ഷം രൂപയാണ്. ഇതൊക്കെ പറയുമ്പോൾ ആ സമയത്ത് നിങ്ങളോട് ഒരിക്കലും ആർഗ്യുമെന്റ് ഇല്ലല്ലോ, പ്രയാസം ആണല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് 2 ലക്ഷം റുപ്യ സാലറി കിട്ടണല്ലേ, അത് നിങ്ങൾ എത്ര ചെലവ് അയച്ചാലും ബാക്കി എത്ര ബാക്കി ഉണ്ടാവും? അവരെ സത്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇയാൾ ചിലപ്പോൾ അപ്പൊ ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി, ഈ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഉള്ള നിലനിൽപ്പ്, നിങ്ങളെ ജോലിനെ പറ്റിയിട്ടും അതൊക്കെ മനസ്സിലാക്കി. പിന്നെ വീട്ടുകാരായിട്ട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സമയം ഫിക്സ് ചെയ്ത് സെൽഫ് അനാലിസിസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ്. നമ്മൾ കൊക്കിൽ ഒതുങ്ങുന്നത് മാത്രം എടുക്കുക. പിന്നെ വീട്ടുകാരായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടാവുക, ഒരു സ്പേസ് നമ്മൾ എപ്പോഴും അതിന് സ്പെൻഡ് ചെയ്യുക, എസ്പെഷ്യലി കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് മിംഗിൾ ചെയ്യുക. പിന്നെ സെൽഫ് ആയിട്ടുള്ള ഒരു കെയറും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പറയാ, നമ്മളിപ്പോ യോഗ പോലെ മെഡിറ്റേഷൻ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവുക. അതെ, അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സുകൾ നമ്മൾ ഒരു ആവശ്യമില്ലെങ്കിൽ നമ്മുടെ തലയിൽ എടുത്ത് വെക്കാതിരിക്കുക. അതാണ് ഏറ്റവും വലുത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്. സാർ ഇപ്പൊ ഇനിയിപ്പോ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സാറിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതികളൊക്കെ എങ്ങനെയാണ്? ഡെഫിനറ്റ്ലി നമ്മളൊരു പ്രോബ്ലം ആയിട്ട് വരുമ്പോഴാണല്ലോ നിൽക്കുക. അപ്പൊ നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്ത് ഞങ്ങൾ ഡയഗ്നോസിസ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യും. ഇത് ഈ കണ്ടീഷൻ ഇങ്ങനെയാണ്, ഈ കണ്ടീഷനിൽ വേണമെങ്കിൽ നമ്മൾ മെഡിസിൻ എടുക്കേണ്ടി വരും. അപ്പോൾ ആ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പീരീഡ് ഓഫ് ടൈം നമ്മൾ പറയും. അത് ഞാനായിട്ടുണ്ടാക്കുന്ന ഒരു പീരീഡ് അല്ല, അതൊരു മെഡിക്കൽ സയൻസ് പറയുന്ന പീരീഡാണ്. ഇപ്പോൾ ഒരു ഡിപ്രഷന്റെ സ്റ്റേജിൽ എത്തുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ മിനിമം 6 months to 1 year മെഡിസിൻ എടുക്കണം എന്ന് പറയും. അത് അതിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ഒരു 1 year നമ്മൾ അങ്ങനെ കാണണം. ആ 1 year കഴിയുമ്പോൾ നോർമലി നമ്മൾ അതിന് മുമ്പ് തന്നെ ഒരു മാസം കഴിയുമ്പോഴത്തേക്കിന് സിംറ്റംസ് ഒക്കെ സബ്സൈഡ് ചെയ്ത് ആള് നോർമൽ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അതിൽ ഏറ്റവും മിനിമത്തിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ആ ടൈം ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ടേപ്പർ ചെയ്തിട്ട് ചുരുക്കി നിർത്താൻ നോക്കും. അപ്പൊ സപ്പോസ് ആ സമയത്ത് സിംറ്റംസ് രണ്ടാമത് റീഅപ്പിയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ വാർണിംഗ് ഫോർ യു. ദിസ് ഈസ് നോട്ട് ദ ടൈം ഫോർ ടു സ്റ്റോപ്പ്. വീണ്ടും ആ ഒരു മെഡിസിൻ അപ്പൊ കുറച്ചുകൂടി കണ്ടിന്യൂ. അത് നമുക്ക് ഒരിക്കലും മുന്നേ കൂട്ടി പറയാൻ പറ്റില്ല, ആ സ്റ്റേജിൽ എത്തുമ്പോഴേ പറയാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അങ്ങ് നിർത്തിക്കൊണ്ടിരും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്തിട്ട് സ്ലോലി ടാപ്പർ ചെയ്ത് അപ്പൊ അയാൾക്ക് നോർമാലിറ്റിയിലേക്ക് വരാൻ പറ്റും. പക്ഷെ ഇത് വീണ്ടും വരുന്ന ഒരു ആവർത്തന സ്വഭാവമുള്ള സോക്കഡാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ബൈപ്പോളാർ. അപ്പൊ അതുകൊണ്ട് അതിന്റെ സിറ്റുവേഷൻ നോക്കിയിട്ട് ഡോക്ടർ പറയും. പക്ഷെ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജോലിയുമായി പൊരുത്തപ്പെട്ട് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അതായത് സെൽഫ് അനാലിസിസ് അറ്റ് ദ സെയിം ടൈം സെൽഫ് കെയറും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ടു സ്റ്റേ അവേ ഇതിൽ നിന്നും, ബൈപോളാർ ഡിസോർഡർ എന്ന ഈ ഒരു കുട്ടി അസുഖത്തിൽ നിന്നും, കുട്ടി എന്ന് പറഞ്ഞോട്ടെ, ഈ ഒരു അസുഖത്തിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെൽഫ് കെയറും അതുപോലെ തന്നെ സെൽഫ് അനാലിസിസും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നാണ് സാർ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പൊ സാർ പറഞ്ഞ പോലെ 15 ദിവസത്തിൽ റെക്കറിംഗ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ യു ആർ മീറ്റിംഗ് ദ ഡോക്ടർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു സാർ എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഓഫ് കോഴ്സ് റെഹാൻ മെഡിക്കൽ
സെന്റർ ഷാർജയിലാണ്, റെഹാൻ ഗൾഫ് മെഡിക്കൽ സെന്റർ ഷാർജ അബുഷഗറയിലാണ് ഇദ്ദേഹത്തിന്റെ ഹോസ്പിറ്റൽ ഉള്ളത്. ഡോക്ടർ അനീസ് അലി MBBS DPM MD സൈക്കാട്രി സ്പെഷ്യലിസ്റ്റ് സൈക്കാട്രിസ്റ്റ്. അതുപോലെ തന്നെ സർ വളരെ സങ്കടകരമായിട്ട് വേണമെങ്കിലും പറയാം, അതായത് സർ ഇപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരു കാര്യം ആൾക്കാരിലാണ് ഇത് കണ്ടുവരുന്നത്. പക്ഷേ ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള, അതായത് മേ ബി അറൌണ്ട് ലൈക്ക് 20-21 എൻ്റെ ഫ്രണ്ട്സ് ഡിപ്രഷനിലൂടെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. അതായത് യങ് ജനറേഷൻ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ യങ് ജനറേഷനിൽ പെടുന്ന ആൾക്കാർ, ഒരു ടൈമിലൊക്കെ ഞാൻ ഷോക്ക്ഡ് ആയിരുന്നു കേട്ടിട്ട്. അതായത് 18, 19, 20 വയസ്സുള്ള പെൺകുട്ടികൾ അവര് രാത്രി ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ദേ ആർ ഹാവിങ് പിൽസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നോ? വൈ? ഇത്രയും ചെറിയ കുട്ടികൾക്കിടയിൽ പോലും ഇത്രയും അധികം ടെൻഷനും പ്രഷറും ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണെന്നുള്ളത് അതിന് പേരൻസ് എന്ന നിലയിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേരൻസ് ഇപ്പോൾ ഉണ്ടാവും, നിങ്ങൾക്കൊരു റോൾ ഉണ്ടാവില്ലേ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പേരൻസിന് ഒരു റോൾ ഉണ്ടാവില്ലേ ആ മക്കൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതിൽ? അതെ, തീർച്ചയായിട്ടും. അതിനെന്താ ഒരു പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ടോളറൻസ് ലെവൽ വളരെ കുറവാണ്. അതായത് പ്രതിരോധ ശക്തി കുറവാണ് ഈ ജനറേഷന്. എന്തിനു ഫേസ് ചെയ്യാൻ, അഭിമുഖീകരിക്കാനുള്ള ടോളറൻസ് ഒരു വിഭാഗം ആളുകൾക്കില്ല. അപ്പൊ അതിനൊരു പ്രത്യേകിച്ച് പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവണത നിർത്തണം. മനസ്സിലായില്ലേ? എല്ലാത്തിന്റെ ആ പെയിന് വാല്യൂ അറിഞ്ഞിരിക്കണം. നമ്മളെ ഒരു മിക്ക പാരന്റ്സും എൻ്റെ അടുത്ത് പറയുന്ന ഒരാൾക്കാർ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കുറെ വിഷമിച്ച് അനുഭവിച്ചാണ് ഡോക്ടറെ, പക്ഷെ ഞങ്ങൾ കുട്ടികളത് അനുഭവിക്കരുത്. അപ്പൊ നമ്മൾ കടം വാങ്ങിയിട്ടാണെങ്കിലും അപ്പുറത്തുനിന്ന് ആരുടെങ്കിലും ബോറോ ചെയ്തിട്ടാണെങ്കിലും അത് കൊടുക്കും, അത് സാധിച്ചു കൊടുക്കും. പക്ഷെ അത് കൊടുക്കുന്നതിന് വിരോധമില്ല. പക്ഷെ അത് കൊടുക്കുമ്പോൾ അച്ഛന്റെ അമ്മന്റെ അല്ലെങ്കിൽ ഉപ്പയുടെ ഉമ്മയുടെ വിഷമങ്ങളും ഞാൻ ഇവിടുന്ന് ഇത് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വരികയാണെന്നുള്ളത് നോർമൽ അവസ്ഥയിലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം, അതിന്റെ പെയിൻ അറിയണം. അപ്പൊ ആ ഇമ്പൾസിവിറ്റി കൂടുതലാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക്, എടുത്തു ചാട്ടങ്ങൾ. അതുകൊണ്ടാണ് ഇത്ര ആക്ടുകൾ വരുന്നത്, സൂയിസൈഡ് എന്നൊക്കെ വളരെ കൂടുന്നതൊക്കെ. ഇമ്പൾസിവിറ്റി വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഡിജിറ്റൽ യുഗത്തിന്റെ ഒരു നെഗറ്റീവ് വശമാണ്. ഡിജിറ്റൽ യുഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളെ ബ്രെയിനിന്റെ ഫ്രണ്ട് ഭാഗം പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയാം. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മളെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. മുൻകാലത്തൊക്കെ നമുക്ക് അറിയാം, ഒരു പ്രേമലേഖനം കൊടുക്കുകയാണെങ്കിൽ, ഞാനൊരു കോളേജിൽ എൻ്റെ ഒരു കൊളീഗിന് ഒരു പ്രേമലേഖനം കൊടുക്കുക, ഞാൻ കുറെ ആലോചിച്ചിട്ടായിരിക്കും ഞാൻ അതിലേക്ക് എത്തുന്നത്. അല്ലാതെ നാളെ തന്നെ അങ്ങ് തീരുമാനിക്കല്ലോ, ഇല്ല. ഇനി ഞാൻ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിനൊരു ലെറ്റർ കൊടുക്കുകയാണ്. ആ ലെറ്റർ കൊടുക്കണമെങ്കിൽ ഞാൻ അത് എങ്ങനെ കൊടുക്കണം, എവിടെ വെച്ച് കൊടുക്കണം, ഇതൊക്കെ ഞാൻ പ്ലാനിങ് ആണ്. ഞാൻ ഗേറ്റിൽ വെച്ച് കൊടുക്കണോ, അത് ബസ്സിൽ വെച്ച് കൊടുക്കണോ, അവിടെ വെച്ച് കൊടുക്കണം, ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ആ പ്ലാനിങ് ഒരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്താണ്, ഞാൻ അപ്പങ്ങ് കൊടുക്കുക, അപ്പൊ തന്നെ നിങ്ങൾ ഉരുളക്ക് ഉപ്പേരി എന്ന് പറഞ്ഞ റിപ്ലൈ കിട്ടി, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അപ്പൊ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പ്രതീക്ഷിച്ച മാതിരിയല്ല. അപ്പൊ എന്റെ കാൽക്കുലേഷൻ തരാം, എന്നാ പിന്നെ ഇയാൾ അങ്ങനെ ജീവിക്കണ്ട, ഇയാൾ അങ്ങനെ നിൽക്കണ്ട, അല്ലെ ആ ഇടക്ക് നിങ്ങൾ വേറൊരാളോട് ചിരിച്ച് സംസാരിക്കണ കൂടി കേട്ട് കഴിഞ്ഞാൽ സമാധാനം പ്രശ്നമായി. പിന്നെ ഇയാൾ അതാണ് ഈ ആസിഡ് എറിയലും കൊലപാതകങ്ങളും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. പിന്നീട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ പറ്റിയൊന്നും കൂടുതൽ ചിന്തയില്ല. മറ്റേ നമുക്ക് തന്നെ ചിന്തിച്ച് നമ്മൾ ജനറലൈസ് ചെയ്ത്, സപ്പോസ് ഇയാൾ ഇപ്പൊ നിരസിച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഇവിടെ എത്ര കുട്ടികളുണ്ട്, ഞാൻ വേറെ ആൾക്ക് കൊടുക്കും, ഞാൻ അയാളോട് പറയും, മറ്റോ പറയും എന്നുള്ള ഒരു സമാധാനം. ഇപ്പൊ അതില്ല, എന്റെ ലൈഫ് ഇവിടെ തീർന്നു എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. ആണായാലും പെണ്ണായാലും അതോടുകൂടി അവസാനങ്ങളും പ്രശ്നങ്ങളാക്കുക. ആ ചാട്ടങ്ങള് അത് ഈ ഇതിന്റെ വർക്ക് ഇപ്പൊ ആ ഒരു എടുത്തുചാട്ടങ്ങൾ വളരെ കൂടിയിരിക്കുകയാണ്. അതിന്റെ ഇമ്പാക്റ്റുകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും പഴയ ജനറേഷൻ ആവട്ടെ പുതിയ ജനറേഷൻ ആവട്ടെ, നമ്മളെല്ലാവരും പല രീതിയിലുള്ള മൂഡ് സ്വിങ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. പക്ഷെ എപ്പോഴും എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, വിച്ച് ഇസ് പെർസിസ്റ്റിംഗ് ആയിട്ടുള്ള ഇതുപോലുള്ള കുട്ടി സിംറ്റംസ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ യു ആർ മീറ്റിംഗ് ദ ഡോക്ടർ. എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക, അതിനനുസരിച്ചുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുക. ഇതിൽ നിന്നൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ സെൽഫ് കെയറും സെൽഫായിട്ടുള്ള മോട്ടിവേഷനും, സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെയും എല്ലാം സന്തോഷമാക്കി വെക്കുക. റാദർ ദാൻ പുറത്തുള്ള ആരെങ്കിലുമൊക്കെ സന്തോഷിപ്പിക്കുന്നതിനേക്കാളും സെൽഫായിട്ട് നമ്മൾക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കാം. എന്തായാലും ഈ ഒരു സമയം വളരെ കുറവാണ്. എന്തായാലും ഡോക്ടർ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ ടുഡേ റേഡിയോ ക്ലിനിക്കിൽ. ഇന്ന് വന്നിട്ട് നമ്മൾ ലിസണേഴ്സിനൊക്കെ എന്താണ് ബൈപോളാർ ഡിസീസ് എന്ന് പറഞ്ഞു കൊടുത്തതിനും ട്രീറ്റ്മെന്റ് എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുത്തതിനും ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ അനീസ് അലി, MBBS DPM MD സൈക്കാട്രി സ്പെഷ്യലിസ്റ്റ് സൈക്കാട്രി, റെഹാൻ ഗൾഫ് മെഡിക്കൽ സെന്റർ ഷാർജ. അതുപോലെ തന്നെ നാട്ടിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് മനഃശാന്തി ഹോസ്പിറ്റൽ കോഴിക്കോടാണ്. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് തന്നെ വാട്സ്ആപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്പർ 009715082476. ഡോക്ടറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സ്ആപ്പിലൂടെ റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് സർ. എന്തായാലും നമ്മൾ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ലൈവ് പോയിട്ടുണ്ട്. നമ്മുടെ ലിസണേഴ്സിനുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ ഡോക്ടറിലേക്ക് എത്തിക്കുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്.